ബോംബ് നിർമ്മാണത്തിനിടയിൽ കൊല്ലപ്പെട്ട ആളിനെ പറ്റിയാണ് ഡിവൈഎഫ്ഐ രക്തസാക്ഷിയാണ് എന്ന് പറഞ്ഞത്. ഇയാൾ എന്തായാലും ബോംബ് നിർമ്മിച്ചത് ഇന്ത്യൻ സേനയ്ക്ക് വേണ്ടിയല്ല, CPM എന്ന കൊലയാളി പാർട്ടിക്ക് വേണ്ടിയാണ്. അപ്പോൾ CPM ബോംബ് നിർമ്മിക്കുന്നുണ്ട് എന്ന് അവർ തന്നെ സമ്മതിക്കുന്നു. ആ ബോംബ് എന്തായാലും അവലോസുണ്ടയ്ക്ക് പകരം ചായയുടെ കൂടെ കഴിക്കാനുള്ളത് അല്ലല്ലോ, മനുഷ്യരെ കൊല്ലാനുള്ളതല്ലേ. ഇതുകൊണ്ടാണ് കേരളത്തിലെ ഏറ്റവും വലിയ തീവ്രവാദി സംഘം CPM ആണ് എന്ന് പറയുന്നത്. ഈ കൊല്ലപ്പെട്ട ഷെറിൻ ശ്രീമതി KK ശൈലജക്കൊപ്പമുള്ള ഫോട്ടോ പുറത്തു വന്നപ്പോൾ ശ്രീമതി KK ശൈലജ പറഞ്ഞത് ഫോട്ടോ എടുത്താൽ പാർട്ടിക്കാരനാകുമോ എന്നാണ്. അപ്പോൾ ശ്രീമതി ശൈലജയുടെ യുക്തി വെച്ച് മരണം വരെ പാർട്ടിക്കാരൻ അല്ലാത്ത ഒരാൾ ഇപ്പോൾ പാർട്ടി രക്തസാക്ഷിയാകണമെങ്കിൽ മരണശേഷമാണോ അയാൾക്ക് മെമ്പർഷിപ്പ് കൊടുക്കുന്നത്? ഈ ശ്രീമതി ശൈലജ ഒക്കെ പച്ചക്ക് കള്ളം പറയുന്ന ആളാണെന്ന് കേരളത്തിന് ബോധ്യമാകുന്ന മറ്റൊരു ഉദാഹരണമാണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തില് ഒരു വാർത്തയുടെ ഒരു ചിത്രം കൂടി പങ്കുവച്ചിട്ടുണ്ട്. എന്താണ് ആ വാർത്തയുടെ ചിത്രം? പാനൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ മരണപ്പെട്ട ഷെറിൻ രക്തസാക്ഷി എന്ന് ഡിവൈഎഫ്ഐ പൊതുവേദിയിൽ നേതാക്കളുടെ പ്രഖ്യാപനം. ഇതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ ഫേസ്ബുക്കിൽ കുറിച്ച ഒരു കുറിപ്പാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചത്. കാലാകാലങ്ങളായിട്ട് കണ്ണൂരിലും അതുപോലെ കണ്ണൂരുമായി അടുത്തിടന്ന് പങ്കുവെക്കുന്ന സ്ഥലങ്ങളിലും ഈ പറയുന്ന കുറ്റ്യാടി, നാദാപുരം, വടകര, തലശ്ശേരി, കണ്ണൂര്, കൂത്തുപറമ്പ്, മട്ടന്നൂര്, പയ്യന്നൂര് തുടങ്ങിയ ഭാഗങ്ങളിലൊക്കെ ഈ പറയുന്ന CPM-ഉം ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പ്രവർത്തിക്കുന്നത് വ്യക്തമായ അജണ്ടകളോടുകൂടി തന്നെയാണ്. അവിടെ അജണ്ടകൾ എന്ന് പറയുന്നത് രാഷ്ട്രീയ എതിർചേരിയിൽ നിൽക്കുന്നവരെ കായികമായി നേരിടുക, അവരുടെ വകവരുത്തുക, അവരെ ഇല്ലാതെയാക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. ഇത് കാലാകാലങ്ങളായിട്ട് കേരളത്തിന്റെ പൊതുസമൂഹം കാണുന്നതും കേൾക്കുന്നതുമായ കാര്യങ്ങളും തന്നെയാണ്. ഈ പറയുന്ന ഷെറിന്, പാരൂരിലെ ഷെറിന് ബോംബ് നിർമ്മിക്കുന്നതിനിടയിലാണ് അബദ്ധത്തിൽ ബോംബ് പൊട്ടിയിട്ട് കൊല്ലപ്പെടുന്നത്. ആ കൊല്ലപ്പെട്ട ഷെറിന് ഇപ്പോ പാർട്ടിയുടെ രക്തസാക്ഷിയാക്കിയിട്ട് ഡിവൈഎഫ്ഐയുടെ ഈ പറയുന്ന പൊതുവേദിയിൽ വെച്ചുകൊണ്ട് ഡിവൈഎഫ്ഐക്കാർ പ്രഖ്യാപിക്കുകയാണ്, പാർട്ടിക്ക് വേണ്ടി ബോംബ് നിർമ്മിച്ചു, ആ ബോംബ് പൊട്ടിയ അബദ്ധത്തിൽ ഷെറിന് കൊല്ലപ്പെട്ടു. അപ്പോ ഈ രാഷ്ട്രീയ പാർട്ടിക്ക് എന്തൊക്കെയാണെങ്കിലും CPM-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ പാർട്ടിക്ക് വേണ്ടി തന്നെയാണ് ഷെറിൻ ബോംബ് ഉണ്ടാക്കിയത്. അപ്പോ ഷെറിനെ അങ്ങനെ കൈയൊഴിയാൻ CPM-ന് സാധിക്കില്ല. കൈയൊഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ ഈ പറയുന്ന പാനൂർ മേഖലകളിൽ CPM അനുഭവിക്കേണ്ടിയും വരും. അതുകൊണ്ട് തന്നെ ഷെറിനെ കൈയൊഴിയാൻ CPM-ന് സാധ്യമല്ല. അതുകൊണ്ട് തന്നെയാണ് ബോംബ് നിർമ്മിക്കുന്നതിനിടെ ആ അബദ്ധത്തിൽ ബോംബ് പൊട്ടിക്കൊല്ലപ്പെട്ട ഷെറിനെ രക്തസാക്ഷിയാക്കിയിട്ട് പ്രഖ്യാപിക്കുന്നത്. എന്തൊരു വിരോധാഭാസമാണ് നിങ്ങളൊന്ന് കാണുന്നത്, നിങ്ങളൊന്ന് നോക്കുന്നത്. എന്തൊരു വിരോധാഭാസമാണ്. ഒരു പാർട്ടിക്ക്, ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എന്തിനാണ് ബോംബ്? എന്തിനാണ് ബോംബ്? ഇവിടെ ഇന്ത്യയുടെ സൈന്യത്തിന്റെ കയ്യിലാണോ അല്ലെങ്കിലോ ഇന്ത്യയുടെ മിലിറ്ററിയുടെ കയ്യിലോ ഇത്തരത്തിലുള്ള ആയുധങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് വേണ്ടി അത് ഉപയോഗിക്കാൻ വേണ്ടിയാണെന്ന് ഉള്ളതാണ് നമ്മൾ കരുതുന്നത്, അല്ലേ? ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് വേണ്ടി ശത്രുക്കൾ ആക്രമിക്കാൻ വരുമ്പോൾ അവർക്ക് ഇതൊക്കെ ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട്. പക്ഷേ ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എന്തിനാണ് ഇത്തരത്തിൽ ഈ പറയുന്ന മാരകായുധങ്ങൾ അവരുടെ കയ്യിലുണ്ടാവുന്നത്? അവർ എന്തിനു വേണ്ടിയിട്ടാണ് ബോംബ് നിർമ്മിക്കുന്നത്? അവരുടെ കയ്യിൽ വടിവാളുകളും കടാരകളും എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു ജനതയെ മൊത്തം ഇതിനു വേണ്ടി പരിശീലിപ്പിക്കുകയും ഈ പാർട്ടിയുടെ നേതൃത്വത്തിൽ, പാർട്ടിയുടെ സമ്മതത്തോടു കൂടി, പാർട്ടിയുടെ നിർദ്ദേശത്തോടു കൂടി ഇത്തരത്തിൽ മാരകമായ ബോംബുകൾ ഉണ്ടാക്കി അത് അബദ്ധവശാൽ പൊട്ടി മരണപ്പെടേണ്ട ഒരു സിറ്റുവേഷൻ അതിനിടയിൽ സംഭവിക്കുകയാണ്. ദുഃഖകരമായ കാര്യം തന്നെയാണ്. കാരണം ഒരു മനുഷ്യന്റെ ജീവിതം അവസാനിച്ചു പോകുന്ന ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ, എതിരാളികളെ നേരിടാൻ വേണ്ടി തയ്യാറാക്കിയ സാധനം സ്വന്തം ശവക്കുഴി തോണ്ടേണ്ട ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തിക്കുന്നുണ്ടെങ്കിൽ പലതവണ നമ്മൾ ചോദിക്കേണ്ട ചോദ്യമല്ലേ, എന്തിനാണ് പാർട്ടിക്ക് ഈ ബോംബ്? പാർട്ടി പ്രവർത്തനം നടത്തുന്നവർ, പൊതുപ്രവർത്തനം നടത്തുന്നവർക്ക് എന്തിനാണ് ബോംബും മാരകായുധങ്ങളും? എന്തിനാണ് അവർക്ക് വടിവാളും കടാരയും ഒക്കെ? അപ്പോ CPM എന്ന് പറയുന്ന പാർട്ടി, ആ പാർട്ടി പ്രത്യേകിച്ചും ഈ പറയുന്ന മലബാറിൽ, പ്രത്യേകിച്ചും കണ്ണൂരിൽ, അവിടെ അവർ നിലനിൽക്കുന്നത് ഇവരുടെ കോട്ടയാണ്, ഞങ്ങളുടെ ചെങ്കോട്ടയാണ് എന്നൊക്കെ ഊറ്റം കൊള്ളുന്ന സഖാക്കള്
ഇവർ ഈ പറയുന്ന ഇവരുടെ പാർട്ടി ഗ്രാമങ്ങളും ഇവരുടെ ചെങ്കോട്ടകളും ഒക്കെ നിലനിൽക്കുന്നതും ഇവരുടെ പാർട്ടി പ്രവർത്തനങ്ങളും ഇവരുടെ ആശയങ്ങളും ഇവരുടെ മുന്നോട്ടുള്ള യാത്രയും ഒക്കെ ഇത്തരത്തിലുള്ള മാരകമായ ക്രിമിനൽ സംഘങ്ങളുടെ ഒരു അകമ്പടിയോട് കൂടി തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇത് ഇപ്പോ വലിയ ചർച്ചയാക്കേണ്ടതുണ്ടോ എന്ന് നിങ്ങൾ ചോദിക്കുമായിരിക്കും. പക്ഷേ ഈ അടുത്ത കാലങ്ങളിൽ പോലും നമ്മൾ നിരവധിയായ വാർത്തകളാണ് കണ്ണൂരിൽ നിന്ന് ഇത്തരത്തിലുള്ള ബോംബ് നിർമ്മാണ കേന്ദ്രങ്ങളിൽ ബോംബ് പൊട്ടിക്കൊണ്ടുള്ള വാർത്തകൾ വരുന്നത് നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം ഇപ്പോഴും കേരളത്തിൽ ഉണ്ട് എന്ന് വിശ്വസിക്കുകയും അത്തരത്തിൽ പാർട്ടി പ്രവർത്തകരെയും പാർട്ടിയെയും ഇത്തരത്തിലൊരു അക്രമ രാഷ്ട്രീയത്തിലേക്ക് തള്ളിവിടുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും അവരെ പ്രേരിപ്പിക്കുകയും ഇത്തരത്തിലുള്ള ബോംബ് നിർമ്മാണങ്ങളിലേക്ക് പാർട്ടി പ്രവർത്തകരെ കൊണ്ടു ചെന്നെത്തിക്കുകയും ചെയ്യുന്നത് ഈ പാർട്ടി തന്നെയല്ലേ? ആ പാർട്ടിയാണ് കേരളം ഭരിക്കുന്നത് എന്നുള്ള കാര്യം ആ പാർട്ടിയാണ് കേരളം ഭരിക്കുന്നത് എന്നുള്ള വാസ്തവം നമ്മൾ തിരിച്ചറിയാതെ പോകരുത്. കാരണം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് എടുക്കാറാകുമ്പോൾ ഇത്തരത്തിലുള്ള പല ആക്രമണങ്ങളും പല പ്രവർത്തനങ്ങളും CPM-ന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവാറുണ്ട്. പാർട്ടി ഗ്രാമങ്ങളെ ഭയപ്പെടുത്തി തങ്ങളുടെ ചെൽപ്പടിക്ക് നിർത്താനുള്ള പല പരിശ്രമങ്ങളും CPM-ഉം അവരുടെ നേതാക്കളും നിരന്തരമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ്. ഇത് ഇവരുടെ ഒരു ശീലമാണ്. ഇത് നമ്മൾ കാലാകാലങ്ങളായിട്ട് കണ്ണൂരിൻ്റെ പാർട്ടി ഗ്രാമങ്ങളിൽ കാണുന്നതും കേൾക്കുന്നതുമായ വാർത്തകളാണ്. അവിടെയാണ് പാർട്ടിക്ക് വേണ്ടി ബോംബ് ഉണ്ടാക്കുമ്പോൾ ആ ബോംബ് അബദ്ധത്തിൽ വീണ് പൊട്ടി കയ്യിൽ നിന്ന് പൊട്ടി മരിക്കേണ്ടി വന്ന ഒരു തൻ്റെ പാർട്ടി പ്രവർത്തകരെ ഈ പറയുന്ന രക്തസാക്ഷിയായി പ്രഖ്യാപിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിക്കണം. ഇന്ത്യക്ക് വേണ്ടി പോരാടിയിട്ട് ബോർഡറിൽ പോയിട്ട് സൈനിക യൂണിഫോം ഇട്ടിട്ട് ബോർഡറിൽ പോയിട്ട് ശത്രുക്കളുമായി പോരാടിയിട്ടെല്ലാം മരണപ്പെട്ടത്. പാർട്ടിക്ക് വേണ്ടി ബോംബുണ്ടാക്കി മരണപ്പെട്ട വ്യക്തിയെയാണ് രക്തസാക്ഷി എന്ന് വിളിക്കുന്നത്. മനസ്സിലായില്ലേ? ഈ രക്തസാക്ഷി മരണപ്പെട്ടപ്പോ ഈ പറയുന്ന KK ശൈലജ അടക്കമുള്ള ആളുകള് ഇവരുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോകള് ചിത്രങ്ങള് ഇങ്ങനെ പ്രചരിക്കാൻ തുടങ്ങിയപ്പോ അന്ന് KK ശൈലജ പറഞ്ഞത് തൻ്റെ കൂടെ കുറെ ആളുകൾ വന്ന് ഫോട്ടോ എടുക്കാറുണ്ട്, ഫോട്ടോ എടുക്കുന്നവരൊക്കെ പാർട്ടി പ്രവർത്തകരാണോ എന്നാണ് ചോദിച്ചത്. അതാണ് രാഹുൽ ചോദിക്കുന്നത്. ഈ പറയുന്ന ആള് മരിച്ചതിൽ പിന്നെയാണോ ആ വ്യക്തിക്ക് പാർട്ടിയുടെ മെമ്പർഷിപ്പ് നൽകിയത് എന്ന് ചോദിക്കുക രാഹുൽ മാങ്കൂട്ടത്തിൽ. വളരെ സത്യസന്ധമായ ചോദ്യമല്ലേ? കാരണം മരിച്ചപ്പോ KK ശൈലജ പറയുന്നു ഇവരൊന്നും പാർട്ടി പ്രവർത്തകരല്ല എന്ന്. തൻ്റെ കൂടെ ഫോട്ടോ എടുത്തെന്ന് കരുതി പാർട്ടി പ്രവർത്തകരാകുമോ എന്ന്. അങ്ങനെ പാർട്ടി പ്രവർത്തകരല്ലാത്ത ആള് എങ്ങനെയാണ് പാർട്ടിയുടെ രക്തസാക്ഷിയാവുന്നത്? ഇതിനൊക്കെ ഈ ജനങ്ങളോട് ഈ പറയുന്ന ഷെറിൻ മരണപ്പെട്ടു പോയി. ആ വ്യക്തിയുടെ മരണം ആ കുടുംബത്തിനുണ്ടാക്കിയ നഷ്ടങ്ങൾ എത്രയായിരിക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ആ കുടുംബത്തോട് മറുപടി പറയാൻ സഖാക്കൾക്ക് എന്താണുള്ളത്? നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ നേതാക്കൾ പറഞ്ഞതനുസരിച്ച് നിങ്ങളുടെ പാർട്ടി ഗ്രാമങ്ങളിൽ ഇരുന്നു കൊണ്ടാണ് ഷെറിൻ ഈ ബോംബ് ഉണ്ടാക്കിയത്. ആ ബോംബ് അബദ്ധവശാൽ വീണ് പൊട്ടിപ്പോയി. ആ വീണ് പൊട്ടിയ ബോംബ് ഈ ഷെറിന്റെ ജീവൻ എടുക്കുന്ന രീതിയിലായിപ്പോയി. ആ മരണപ്പെട്ട യുവാവിനോട് അതിൻ്റെ കുടുംബത്തോട് ഇവിടുത്തെ പൊതുസമൂഹത്തോട് എന്ത് മറുപടിയാണ് ഈ പാർട്ടിക്ക് പറയാനുള്ളത്? ഒരു പാർട്ടി പ്രവർത്തനത്തിന് എന്തിനാണ് ബോംബ് ഉണ്ടാക്കുന്നത്? ഒരു പാർട്ടി പ്രവർത്തനത്തിന് എന്തിനാണ് മാരകായുധങ്ങൾ ഉണ്ടാവേണ്ടത്? ഈ മാരകായുധങ്ങളും ബോംബും ഉണ്ടാക്കിക്കൊണ്ടാണോ നിങ്ങൾ പാർട്ടി പ്രവർത്തനം നടത്തുന്നത്? അങ്ങനെയാണോ നിങ്ങൾ പാർട്ടിയെ വളർത്തിയെടുക്കുന്നത്? എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഭീഷണിപ്പെടുത്തിയും ഭയപ്പെടുത്തിയിട്ടുമാണോ, സാധാരണക്കാരായ ജനങ്ങളെ ഭയപ്പെടുത്തിയിട്ടുമാണോ നിങ്ങൾ നിങ്ങളുടെ പാർട്ടി മെമ്പർമാരുടെയും പാർട്ടി അണികളുടെയും ശക്തി കാണിക്കുന്നത്? എതിർക്കുന്നവരെയൊക്കെ വെട്ടി വീഴ്ത്തുക എന്നതാണോ പാർട്ടിയുടെ സ്ഥാപിത താല്പര്യം? അതൊക്കെ ആണെന്ന് പറയേണ്ടി വരികയാണ്. എന്നിട്ട് ഇപ്പൊ എല്ലാം കഴിഞ്ഞ് ഷെറിനെ കൈവിട്ട് കഴിഞ്ഞാൽ അത് ഈ പാനൂർ മേഖലയിൽ പാർട്ടിയെ ബാധിക്കുമെന്നുള്ള തിരിച്ചറിവ്, ആ തിരിച്ചറിവിൽ നിന്ന് ഷെറിനെ രക്തസാക്ഷിയാക്കി പ്രഖ്യാപിക്കുകയാണ്. BJP-കാരനോ RSS-കാരനോ കോൺഗ്രസ്സുകാരനോ ഒന്നും ഓടി വന്ന് കുത്തി വീഴ്ത്തിയതല്ല ഷെറിനെ. ഷെറിൻ പാർട്ടിക്ക് വേണ്ടി, പാർട്ടിക്കാരനായിട്ടുള്ള ഷെറിൻ പാർട്ടിക്ക് വേണ്ടി ബോംബ് ഉണ്ടാക്കുമ്പോൾ ആ ബോംബ് പൊട്ടിയാണ് കൊല്ലപ്പെടുന്നത്. ആ ഷെറിൻ എങ്ങനെയാ രക്തസാക്ഷിയാവുന്നത്? പക്ഷേ ഷെറിനെ രക്തസാക്ഷിയാക്കുകയല്ലാതെ വേറെ വഴികളില്ല. കാരണം ഷെറിൻ മരണപ്പെട്ടപ്പോൾ KK ശൈലജ പറഞ്ഞതാണ് ഷെറിൻ പാർട്ടിക്കാരനല്ല,
ആ ക്ഷീണം മാറ്റണമെങ്കിൽ ഷെറിനെ ഇതുപോലെ രക്തസാക്ഷികളെ ഉണ്ടാക്കണം. എന്ന് പറഞ്ഞാൽ രക്തസാക്ഷികളെ ഉണ്ടാക്കി പാവങ്ങളുടെ ചോരയിൽ നിന്നുകൊണ്ടാണ് ഈ പാർട്ടിയെ കെട്ടിപ്പടുത്തത്. ഈ പാർട്ടി പാവങ്ങളുടെ ചോരയിലാണ് മുളച്ചു പൊന്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ പാർട്ടിയുടെ സ്വഭാവങ്ങളും ഈ പാർട്ടിയുടെ രീതികളും ഒക്കെ ജനവിരുദ്ധമാകുന്നതും. അതുകൊണ്ട് തന്നെയാണ് മറ്റൊരുത്തൻ്റെ ചോരയിൽ കിളിർത്ത് പൊന്തിയ പാർട്ടി എങ്ങനെ മനുഷ്യത്വമുള്ളതായി മാറും?